ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ചില കൂട്ടുകാർക്ക് നമ്മളെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോ കാണുന്നതാണ് ഇഷ്ടം, ഡെയിലി വ്ളോഗൊക്കെ കാണുന്നതാണ് ഇഷ്ടം. ചില കൂട്ടുകാർക്ക് കാറ്ററിംഗ് വീഡിയോസ് കാണുന്നതാണ് ഇഷ്ടം. ചില കൂട്ടുകാർക്ക് ഏത് വീഡിയോ ഇട്ടാലും കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ഡെയിലി വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ഫുഡിന് ഓർഡറൊന്നുമില്ല. ഫുഡിന് ഓർഡർ ഇല്ലെങ്കിലും നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. ഇത് മാസം അവസാനമൊക്കെ ആകുമ്പോഴേ നമുക്ക് ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് പൊടി ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആട്ടപ്പൊടി കൊണ്ട് കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ചിലപ്പം ആട്ടപ്പൊടി തരിച്ചാൽ അതിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉമ്മിയും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കരട് കാണലുണ്ട് കേട്ടോ. ഒന്നിപ്പോൾ ഒന്നുമില്ല, എന്നാലും ഇങ്ങനെ തരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ചില ആട്ടപ്പൊടിയിലേ ഉണ്ടാവുള്ളൂ കേട്ടോ, ചിലതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഞാൻ അരിച്ചാണ്ട് തട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടുള്ള വെള്ളം കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി കുറേ ദിവസത്തേക്കാണ് ഉണ്ടാക്കിയിട്ട്. എന്താ അറിയില്ല, എവിടെയോ എന്തോ ആലോചിച്ചാണ്ടാണ് വെള്ളം ഒഴിച്ചത് തോന്നുന്നത്. എന്താ അറിയില്ല, ഏതായാലും കുറച്ച് വെള്ളം ഇരിക്കണം. പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒക്കെ കുഴച്ച് റെഡിയാക്കണം കേട്ടോ. പിന്നെ ഞാൻ അധിക ദിവസവും കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം ചപ്പാത്തി ഉണ്ടാക്കലില്ല കേട്ടോ. നമ്മളെ ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ നൂൽപുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യപ്പം. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പച്ചരി തീർന്നിട്ടുണ്ട്. അതേപോലെ മാവും ഇല്ല, ദോശമാവും ഇഡ്ഡലി മാവും ഒന്നും ഇല്ലേനും. അപ്പം ഇന്ന് ചപ്പാത്തി അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാനില്ല. പിന്നെ റവയൊക്കെ ഉണ്ട്, റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ കുട്ടികൾക്ക് വലിയൊരു താല്പര്യമില്ല അതിനോട്. അപ്പോൾ അതിലേറെ നല്ലത് ചപ്പാത്തി തന്നെ കേട്ടോ. പിന്നെ ഇപ്പോൾ ബീഫുണ്ട്, ബീഫ് ഇപ്പോൾ പെരുന്നാളിന് കിട്ടിയ ബീഫൊക്കെ ഉണ്ട്. ബീഫ് വേവിച്ചത് തന്നെ ഉണ്ട്. അപ്പോൾ എന്നാൽ ബീഫും ചപ്പാത്തി ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണേ. ചിലപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ലോണം നന്നാവും കേട്ടോ. നല്ല പൊള്ളച്ച് വീർത്ത് വന്ന് നല്ല അടിപൊളി ചപ്പാത്തി ആയിക്കാരം. ഈ ചപ്പാത്തിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം ഇരിക്കണം, ആ ഒരു കുഴപ്പമുള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേനോ, എൻ്റെ അപ്പാൻ്റെ ആണ്ടാണ്, ഏഴാം പെരുന്നാളിൻ്റെ അന്ന് ബുധനാഴ്ച. അപ്പോൾ കുറേ കൂട്ടുകാർ ഉപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടേനി. അപ്പം അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ ഉപ്പാക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അതേപോലെ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കമൻസിനൊന്നും ഇപ്പോൾ റിപ്ലൈ തരാൻ എനിക്ക് പറ്റാത്തതിൻ്റെ തിരക്കൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഈ ഹോം ഷോപ്പും അതേപോലെ എൻ്റെ കാറ്ററിംഗ് വർക്കും പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നതൊക്കെ കൂടെ ആകുമ്പോൾ ഇപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയാതായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ തരാനൊക്കെ വൈകുന്നത് കേട്ടോ. പക്ഷേ യൂട്യൂബും ഇതൊന്നും നമ്മൾ നിർത്തുണ്ടാവുമൊന്നും ചെയ്യൂല, ഇൻഷാ അല്ലാ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവും. പക്ഷെ ഹോം ഷോപ്പിൻ്റെ വർക്ക് ഞാൻ നിർത്തണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആവുമല്ലോ. അപ്പോൾ നിങ്ങളെ കമൻസിനൊക്കെ അപ്പോൾ തന്നെ റിപ്ലൈ കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് ഞാൻ നോക്കാതിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ കമൻറ്റൊക്കെ ഞാൻ വായിച്ചു പോവും, പക്ഷേ റിപ്ലൈ തരാൻ അപ്പോൾ പറ്റൂല, അതാണ് കേട്ടോ. എന്തായാലും എല്ലാവരും കമൻറ്റിനും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് കമൻറ്റ് ഇടാതെക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴുള്ളൂ നമ്മളെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, ആ ചാനലിലും അൽഹംദുലില്ലാ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ്. പിന്നെ വാച്ച് ടൈമും ആവാനായിട്ടുണ്ട് കേട്ടോ. 4000 വാച്ച് ടൈമും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാം. അപ്പോൾ അതിലും നമ്മളിപ്പോൾ ഇതിൽ ചെയ്യണ ഗിവ് അവേ പോലെ അതിലും നമുക്ക് ഗിവ് അവേ കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അതിലും ഞാൻ എന്നൊന്നും വീഡിയോ ഇടലില്ല, എനിക്ക് പറ്റണില്ല ഇപ്പോൾ. എന്നാലും ഇടുന്ന സമയത്തൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യോണ്ടിട്ടോ. അപ്പോൾ അതിലും നമുക്ക് ഗിവ് അവേ വെക്കണം ഇൻഷാ അല്ലാ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് തുണികളുണ്ട് അതിനെ അലക്കാൻ, അപ്പോൾ അതും കൊണ്ട് പുഴയിൽ വന്നിട്ടുണ്ട്. ഹൈഫക്കുട്ടിനെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 4 ആളും പോകാനില്ലല്ലോ. മഞ്ജുമോൾക്കും ചിഞ്ചുമോൾക്കും ഇപ്പോൾ ക്ലാസ് ഇല്ല. ചിഞ്ചുമോൾക്ക് ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ എക്സാമാണ്. മഞ്ജുമോൾക്ക് ഇപ്പോൾ ഇനി കിട്ടിയിട്ട് വേണം. റിച്ചുമോ ഇപ്പോൾ ഹൈസ്കൂൾക്കാണ്. അപ്പം ചോറ് ഇപ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇച്ചിനോട് പൈസ ചോദിച്ചേക്കണ കണ്ടേനും. അപ്പോൾ ഞാൻ പിന്നെ വേഗം വന്ന് അലക്കി പോവാന്ന് കരുതി. അപ്പോൾ ഐഫക്കുട്ടി മദ്രസിട്ട് വരുമ്പോഴത്തേന് വേഗം അലക്കി വീട്ടിലെത്തണം. പിന്നെ മക്കളുണ്ട് കേട്ടോ വീട്ടിൽ, ചിഞ്ചുമോളും മഞ്ജുമോളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പറഞ്ഞയക്കോളെന്നാലും ഓള് എത്തുമ്പോഴത്തേന്
അലക്കാണ്ട് വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പുഴയിലേ നല്ല വെള്ളമാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് മഴ ഉണ്ടല്ലോ, മഴ ഉള്ളതുകൊണ്ട് നല്ല ഒലിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക, ആഴമുള്ള സ്ഥലത്തേക്കൊന്നും പോകില്ല കേട്ടോ. ഇനി ഇത് കാണുമ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങനത്തെ ടൈമിൽ പുഴയ്ക്ക് പോകാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ വെള്ളം അങ്ങനെ അധികമൊന്നുമില്ല. നമ്മളിവിടെ അലക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് അലക്കി പോണത് തന്നെയാണ്. ഇപ്പം ഒരു ടീം പോയി. ഈ ഒരു സമയത്ത് ഇപ്പം ആരുമില്ല. പിന്നെ ഞാൻ അലക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിൽ പിന്നെ വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, പക്ഷേ വീഡിയോ എടുക്കാൻ ആരും ഇല്ലേനേനും ഞാൻ ബക്കറ്റുമ്പോൾ ചാരി വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പുഴ കാണുന്നത് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ പുഴ കാണുമ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് വിരുന്ന് വരാൻ തോന്നുന്നുണ്ടെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ കാണാം. അപ്പോൾ ഓരൊക്കെ പുഴ കണ്ടൊന്ന് ആസ്വദിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ വെള്ളത്തിന്. പിന്നെ ഇപ്പോൾ അങ്ങനെ വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയാണ്. ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. നമ്മളവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടേക്കൊക്കെ മഴ ഉണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. പിന്നെ എല്ലാവരും ഇപ്പോൾ തിരക്കിൽ തന്നെയാണ്. മക്കളെ സ്കൂളൊക്കെ തുറന്നില്ലേ. സ്കൂളൊക്കെ തുറന്ന് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലാട്ടോ കുട്ടികൾക്ക് പുസ്തകമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിനത്. കടകളിൽ ചെന്നപ്പോഴാണെങ്കിലോ കടയിലും അങ്ങനെ തന്നെ നല്ല തിരക്കാണ്. എല്ലാവരും ഇതേപോലെ കുട്ടികളില്ലാത്ത വീടുകൾ ചുരുക്കാവുമല്ലോ. അപ്പോൾ ഒക്കെ പുസ്തകവും ബാഗൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ ഓൺലൈനിൽ വാങ്ങിക്കും. ചിലപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ നല്ലത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഉണ്ട് റെഡിയാവും ചെയ്യും. അപ്പോൾ ഞാൻ ബാഗൊന്നും ഓൺലൈനിൽ വാങ്ങിക്കലില്ല കേട്ടോ. എൻ്റെ നാത്തൂന് വെറും ഓൺലൈനിൽ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ ഓക്ക് എപ്പോൾ കിട്ടുകയാണെങ്കിലും നല്ലതാട്ടോ കിട്ടലും. ഞാനഥവാ ഓൺലൈനിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, അതിന് പിന്നെ റിട്ടേൺ അടിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഇതാ പുഴയിൽ നിന്ന് അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. അപ്പോൾ പുറത്ത് തോരിടണോ അതോ മഴ കൊള്ളാത്തോടത്ത് ഇടണോ എന്നിങ്ങനെ ആലോചിച്ച് നിന്ന് കുറച്ച് നേരം. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് തോരിടാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ബാബു ഉച്ചക്ക് ഫുഡിന് വരും ചെയ്യും ചോറ് വയ്ക്കാൻ. അപ്പോൾ ഞാൻ വേഗം അടുപ്പ് എത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു. അപ്പോൾ ഞാനിതേ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ചോറും കൂട്ടാനുമാണ് കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ആദ്യം പോയി അടുപ്പ് എത്തിച്ച് വെള്ളം വെച്ചു. പിന്നെ വേഗം പോയിട്ട് ഞാൻ അരി കഴുകി കൊണ്ടുവന്ന് അരി ഇട്ട് കൊടുത്തു. വെള്ളം ചൂടാവണമെന്നേ ഉള്ളൂ, വെള്ളം തിളച്ചിട്ടൊന്നുമില്ല. അപ്പം പിന്നെ അയിമക്ക് നോക്കണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തീ എത്തിച്ചു കൊടുത്താൽ മതി. 2 ചിരട്ടിയും ഒരു ചകിരിയൊക്കെ അടുപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ലോണം കനലുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ നീക്കി കൊടുത്താൽ മതി. പിന്നെ കൂട്ടാനിപ്പോൾ ഇന്ന് മത്തിമീനാട്ടോ കിട്ടിയിരിക്കണത്. അപ്പോൾ ബീഫ് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. ബീഫ് കുറേ ദിവസമായില്ലേ, ബീഫ് പെരുന്നാളിൻ്റെ അന്ന് തൊട്ടേ ബീഫ് തന്നെയാണ്. അപ്പോൾ മത്തിയൊക്കെ തിന്നാൻ പൂതിയിക്കണ്. അപ്പം നമുക്ക് മത്തി വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മത്തിയൊക്കെ ബാബു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നാക്കും വേണം. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കുറേ ദിവസമായിക്കണ് ചാറും ചോറും അതേപോലെ ഉപ്പേരിയും മീനൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട്. അപ്പം ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉഷാറാക്കും വേണം. പിന്നെ എൻ്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ഹോം ഷോപ്പിൻ്റെ വർക്ക് കുറച്ച് ചെയ്യാണ്ട്. ഓഫീസ് തുറന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് അതൊക്കെ കൊടുക്കും വേണം. ചോറും കൂട്ടാനും അതും വേണം ഉണ്ടാക്കുക. അപ്പം ആദ്യം ഇതാക്കാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ വിശക്കുമ്പം വരുന്നവർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാബു കടയിൽ ചിലപ്പം തിരക്കില്ലാത്ത ടൈമിലേക്ക് ഈ കാര്യം വരിക. അപ്പോൾ ആ സമയത്ത് ഫുഡായിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഗതികേടല്ലേ. അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാട്ടോ ഇതിൽ പയറുണ്ട്, വെള്ളരിക്കുണ്ട്, പിന്നെന്താ മത്തന്, കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചു. പയർ എടുത്തിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ. ഈ പയറിങ്ങനെ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കണ കാട്ടിലും സുഖം കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണതാണ്. പക്ഷെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ ടൈമില്ലല്ലോ. അപ്പോൾ ഞാൻ അരിയാട്ടോ ഇത്. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാനുള്ളത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ അതിന് എടുത്താണ്ട് കഴുകി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ച് പരിപ്പും തക്കാളി ഇട്ടിട്ടുള്ള കറിയാക്കാൻ. അതാവുമ്പം എല്ലാവർക്കും ഇഷ്ടമാണ്, എളുപ്പം ആവും ചെയ്യും, അധികം ടൈമും വേണ്ട. അപ്പോൾ കറി പരിപ്പും തക്കാളി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ കുക്കിങ്ങിന് എളുപ്പമുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണം മീൻ നന്നാക്കാൻ കേട്ടോ. അപ്പോൾ മത്തി മീനാവുമ്പം നന്നാക്കാനും കുറച്ചുണ്ട്. പക്ഷേ കുഞ്ഞമത്തിയൊന്നും അല്ല കേട്ടോ, കുറച്ച് വലിയ മത്തിയാണ്. അതുകൊണ്ട് പിന്നെ എളുപ്പം കഴിയും നന്നാക്കലൊക്കെ. അങ്ങനെ പയറൊക്കെ ഞാൻ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. പരിപ്പ് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം കഴുകിയിട്ട് അതിക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തതും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് കൂട്ടോ എരിവിന്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അത് ഇട്ടാണ്ടാണ് ഉപ്പ് ഇട്ടാണ്ട് വേവിച്ചെടുക്കുക. പിന്നെ
ലാസ്റ്റ് ഇതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ചാണ്ടായി ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. തേങ്ങ അരക്കുമ്പോൾ കുറച്ച് നല്ല ജീരകവും അതേപോലെ 2 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു 2 ചെറിയ ഉള്ളി ഇട്ടാണ്ട് തേങ്ങൻ്റെ കൂടെ അരച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് കറി വറവിട്ടെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാവും ചെയ്യും. പിന്നെ എന്താ ഒരു രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ മതി കേട്ടോ. ഇത് കട്ടിയുള്ള ഒരു സൈസ് ഒരു പരിപ്പാണ്. അപ്പം അല്ലെങ്കിൽ ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി പരിപ്പ് കറി ഉണ്ടാക്കണമെങ്കിൽ. ഇതിപ്പോൾ കട്ടിയുള്ള പരിപ്പായതുകൊണ്ട് ഞാൻ 2-3 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതായിക്കിടാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തുട്ടോ. ഇനി അടച്ച് വെച്ച് അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്നോട് ചില പാത്രത്തിൻ്റെയൊക്കെ ലിങ്ക് കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ. പിന്നെ കുക്കറിൻ്റെ ലിങ്ക് വേണ്ടൊരു കുക്കറിൻ്റെ ലിങ്ക്, അതേപോലെ എന്താ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കടായി ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ, അതിൻ്റെ ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ. പിന്നെ നിങ്ങൾ അതിൽ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ കേട്ടോ. വാങ്ങിക്കുമ്പോൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ചില വീഡിയോസിലൊക്കെ പറയലുണ്ട്. അപ്പം ഒരു വീഡിയോ കാണുന്നവർ പിന്നെ എല്ലാ വീഡിയോയും കണ്ടോളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാവും അറിയാത്തത്. ഇന്ന് ഞാനൊരു കമൻറ്റ് കണ്ടുട്ടോ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ എനിക്കതിന് മറുപടി തന്നില്ല, ലിങ്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ കാണാഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ കണ്ടപ്പോൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നാക്കി അതിൽ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ച് പിന്നെ ചോറ് അതാ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാണ്. ചോറ് വേവാനായിട്ടുണ്ട്, ശരിക്കായിട്ട് ആയിട്ടുമില്ല. അപ്പോൾ ആ ചൂടിൽ ഇങ്ങനെ കിടക്കുമ്പം അതിൽ കിടന്നായിക്കോളും. അപ്പം വേഗം മീൻ പൊരിച്ചാൽ ചട്ടി വെച്ച് അതിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് ഇങ്ങനെ വെച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ടേ കുറേ നേരം നല്ല ചൂടുണ്ടാവും. അപ്പോൾ എന്താ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചോറ് വെക്കുമ്പോൾ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചുകൊണ്ട് വേണം വെക്കാൻ. വെള്ളം കുറച്ചായാൽ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചോറുണ്ടെങ്കിൽ കേടുവരും, ഒരു ഒട്ടൽ വരും. വെള്ളം നല്ലോണം ഒഴിച്ച് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്താ അവിടെ ഗ്യാസുമ്മൽ നമ്മൾ പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ അതും അടുപ്പത്താക്കാമെന്ന് വിചാരിച്ച് വേഗം 2 ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞെടുത്ത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് പയറും ഇട്ട് കൊടുത്തുകൊണ്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, ഒന്നിങ്ങനെ തളിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ചിലർ പറയും സ്റ്റീലിൻ്റെ ചട്ടിയിൽ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കൂലേ ചോദിക്കും. അങ്ങനെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ എന്താ വെള്ളമൊക്കെ വറ്റിയിട്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്താ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അങ്ങനെ അടി പിടിക്കുക കങ്ങിയ ചൊവ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പയറൊക്കെ ഇട്ടാണ്ട് കുറച്ച് വെള്ളതാ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്നിങ്ങനെ തളിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചിരുന്നല്ലോ, മീനും ആയിട്ടുണ്ടായിന് കേട്ടോ. നോക്കിയപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചട്ടി അങ്ങനെ തന്നെ കേട്ടോ. മീനൊക്കെ പൊരിക്കാൻ നല്ല അടിപൊളിയാണ്. ഇതും ഇൻഡസ് വാലിത്തെ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. അയൺ പാത്രങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഇൻഡസ് വാലിത്തെ പാത്രങ്ങളാണ്. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളത് വാങ്ങിച്ചോണ്ടി. അങ്ങനെ തട്ടോ മീനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഇട്ടാണ്ടുള്ള ചമ്മന്തി ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ശരിക്കും പരിപ്പും തക്കാളി ഇട്ടിട്ട് കറിയും അതേപോലെ ഈ ഒരു മീൻ പൊരിച്ചതും പയറുപ്പേരി ഉണ്ടെങ്കിൽ അത്ര മതി. പിന്നെ കുറേ ദിവസമായിക്കണം ചമ്മന്തിയും അതേപോലെ പപ്പടവും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ചോറ് വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഒരു ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്താ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതേപോലെ പപ്പടം പൊരിക്കണം. മീൻ അതേപോലെ നല്ല മീനാണ് കേട്ടോ. നല്ല പനഞ്ഞൊക്കെ ഉള്ള നല്ല നെയ്യുള്ള നല്ല മീനാണ്. ചിലപ്പോൾ മത്തിയൊക്കെ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അന്നത്തെ മീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ മീനൊക്കെ ബാക്കിയുള്ളത് ഒരു ഫസ്റ്റത്തെ ട്രിപ്പത്തതായി. പിന്നെ ഞാൻ രണ്ടാമത്തെ ട്രിപ്പിലുള്ളതും ചട്ടിക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ തന്നെ നമ്മളെ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് തിളപ്പിച്ചെടുക്കുക, പിന്നെ വറവിട്ടെടുക്കുക. അപ്പോൾ പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള കറി റെഡിയായി. പിന്നെ ഇതിക്ക് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ ആ സമയത്ത് ഇടാൻ മറന്നു പോയതാട്ടോ. അങ്ങനെ ആകുമ്പോൾ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. ഉണക്കമുളക് ചതച്ചത് ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വറവിട്ടെടുത്താൽ മതി. അപ്പോൾ ഞങ്ങളവിടെ തേങ്ങ അരച്ച കറിയാണ് ചോറിന് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ കറിയായി. പിന്നെ ചോറ് നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചോറ് ഊറ്റിയിട്ടില്ലേനും. അപ്പോൾ ഇപ്പോൾ പാകത്തെ വേവായിട്ടുണ്ട് കേട്ടോ ചോറ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ട് ചോറും ഞാനിതാ ഊറ്റിയെടുക്കുന്നുണ്ട്. ചോറ് വേവൊന്നും അറിയിട്ടില്ല കേട്ടോ, പാകത്തെ വേവിനാണ് കിട്ടിയിട്ടുള്ളത്.
പിന്നെ അത് നമ്മളെ കറിയും വറവിട്ടെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ച് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് കറിയും തൂമിച്ചെടുത്തു. അങ്ങനെ ചോറും കറികളൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ ബാബുച്ചക്ക് ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ട് ആണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.